സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു കുൽഫി തയ്യാറാക്കിയാലോ. ഇപ്പോൾ നല്ല ചൂടല്ലേ, ഇപ്പോൾ തണുത്തത് കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. അപ്പോൾ കുൽഫി ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പല ഫ്ലേവറിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു വേറൊരു വകഭേദമാണ്, പക്ഷേ നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിലും അതുപോലെ ആ ടെക്സ്ചറിലൊക്കെ വ്യത്യാസമുണ്ട്. ഐസ്ക്രീം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, കുൽഫി അങ്ങനെയല്ല, കുറച്ച് ഹാർഡ്, കുറച്ച് തിക്ക് ക്രീമായിരിക്കും കുൽഫി. അപ്പോൾ നമുക്ക് വീട്ടിലതൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 ബദാമും ഒരു 10-15 കശുവണ്ടിയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 പീസ് ബ്രെഡ്, പിന്നെ കുറച്ച് കുങ്കുമപ്പൂ, സാഫ്രാൻ, ഒരു 2-3 നുള്ളു മതി. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഒരു ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, ഒരു സ്മെല്ലും ഒക്കെ. പിന്നെ ഇത് നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഈ ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് പാല് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ അത് 2 കപ്പ് എന്നുള്ളത് ഒരു 1.5 കപ്പെങ്കിലും ആവണം, കുറച്ചൊന്ന് വറ്റി വരണം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം ചേർക്കണം. ഞാനിപ്പോൾ മുഴുവനായിട്ട് 1/2 കപ്പ് ചേർക്കുന്നില്ല, കുറച്ച് കുറവാണ് ചേർത്തിട്ടുള്ളത്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അപ്പോൾ ഈ നമ്മൾ തണുത്ത ഇപ്പോൾ ഡെസേർട്ടോ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും കുറച്ച് മധുരം കൂടി നിൽക്കണം, എങ്കിൽ ആ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുള്ളൂ. പാല് തിളച്ച് ഏകദേശം ഒരു 1.5 കപ്പോളായിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി, കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇളക്കി അതൊന്ന് കുറുക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഇളക്കുമ്പോൾ ഈ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ക്രീമൊക്കെ ശരിക്കും നമ്മൾ എടുത്ത് ആ മിക്സിലേക്ക് ചേർത്ത് യോജിപ്പിക്കണം. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് മധുരം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ട്. പഞ്ചസാര കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് മെൽട്ടായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ച് എടുക്കാം. കണ്ടോ, കുറച്ച് തിക്കായിട്ടുണ്ട്. ഞാനിവിടെ അടിക്കുന്നൊന്നുമില്ല, ഈ ഒരു തിക്നെസ്സോട് കൂടെ തന്നെ. ഇത് ഒരു മോൾഡ് കുൽഫി മോൾഡ് ഉണ്ട്. അതിന് പകരം ഞാനിപ്പോൾ ഇതുപോലൊരു ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയും തിക്നെസ് വേണ്ട, ശരിക്കും കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം. അത് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ലൂസായിട്ട് കിട്ടും. അധികം ലൂസാവരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ഗ്ലാസ്സിൽ ഒരു 3/4 ഭാഗത്തോളം കിട്ടിയിട്ടുണ്ട്. ആ മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം ഇത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് മാറ്റാം.
അപ്പോൾ ഫ്രീസറിൽ ഒരു 4-5 മണിക്കൂറൊക്കെ വെച്ചാൽ ഒരുവിധം അത് ഉറച്ച് കിട്ടും. അല്ലെങ്കിൽ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാം. കുൽഫി നല്ല ഫ്രോസൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് ഡിമോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് കീറിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. വട്ടത്തിൽ കട്ട് ചെയ്ത് അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിന് മീതെ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ അതേ കുൽഫി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ പാല് ഓൾറെഡി കുറച്ച് വറ്റിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ നട്ട്സ് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഊഹിക്കാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഇത് തയ്യാറാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റിലുള്ള കുൽഫി കഴിക്കാം. അപ്പോൾ ചിലവർ ഇതിൽ ഭയങ്കര എസെൻസൊക്കെ ചേർത്തിട്ട് ഒരു ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റ് വരും. എസെൻസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. റോസ് എസെൻസൊക്കെ ചേർത്താൽ ഒരു വേറെ ടേസ്റ്റ് തന്നെ വരും. പിന്നെ പിസ്ത അരച്ച് ചേർത്ത് അങ്ങനെയൊക്കെ പല വിധത്തിൽ ചെയ്യും. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ ഈ ചൂടിന് നമുക്ക് തണുത്ത എന്തായാലും ഫ്രൂട്ട്സ് ആണെങ്കിൽ ശരി തണുത്തത് കഴിക്കാൻ ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. അപ്പോൾ അത് നല്ല ടേസ്റ്റും കൂടി ഉണ്ടായാലോ, അടിപൊളിയല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. താങ്ക് യു.